ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു അടിപൊളി 3D മീനെയാണ് ഉണ്ടാക്കാൻ പോണത്. സമയം കളയാണ്ട് തുടങ്ങാം അല്ലേ? മീനിനെ ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് എന്താ? ഒരു മീനിന്റെ ഷേപ്പ് വരച്ചെടുക്കണം. അത് ഏത് അളവിൽ വേണമെങ്കിലും വരച്ചെടുക്കാം. പല ഷേപ്പുള്ള മീനുകളുണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ഷേപ്പാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന മീനിന് ഏറ്റവും നല്ലതും ഈ ഷേപ്പ് തന്നെയാണ്. കാരണം നമ്മൾ സ്റ്റഫ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് പേപ്പറൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ പേപ്പറെല്ലാം വെച്ച് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് ഫിഷ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഷേപ്പായിരിക്കും നല്ലത്. മീനിനെ വരച്ചെടുത്തതിന് ശേഷം അതിനെ ഒന്ന് വെട്ടിയെടുക്കണം. നമ്മൾ ഉണ്ടാക്കാൻ പോണ മീൻ ഒരു ചില്ലറക്കാരൻ മീനൊന്നും അല്ല കേട്ടോ, നല്ല ഒന്നാന്തരം 3D മീനാ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ചിലർക്ക് കണ്ടാൽ മനസ്സിലാവും, ചിലർക്ക് കേട്ടാൽ മനസ്സിലാവും, ചിലർക്ക് എന്നെ കാണിച്ചാലും മനസ്സിലാവില്ല. അവരെ വീഡിയോ കണ്ടാൽ തന്നെ ചിലർക്ക് കാര്യം പിടികിട്ടും. പിന്നെ ചിലർക്ക് വോയിസ് ഒക്കെ കേട്ട് ആ വീഡിയോ ഒന്ന് കാണുമ്പോഴാണ് ഒരു സുഖം. ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് കമന്റ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കമന്റ് പറയാം. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? വരൂ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇനി ഇപ്പൊ 2Dയിലിരിക്കുന്ന ഈ മീനിനെ പിടിച്ച് നമ്മൾ 3D ആക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഈ മീനിന്റെ വായില്ലേ, ആ വായിന്റെ അവിടുന്ന് ഉള്ളിലേക്ക് ഒരു 3-4 സെന്റിമീറ്റർ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന മീനിനൊരു ഇച്ചിരി വലിപ്പമുണ്ട്, അതുകൊണ്ടാണ് 3-4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനോന് എടുക്കുന്ന മീനിന്റെ സൈസിനനുസരിച്ച് ആ കീറിൽ കൊടുത്താൽ മതി. ഇനി കട്ട് ചെയ്ത ആ 2 പീസുകൾ തമ്മിൽ കൂട്ടി വലിച്ചെടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ വലിച്ചു വെച്ച് ഒട്ടിച്ചു കഴിയുമ്പോൾ 2 കുഞ്ഞു പീസ് ബാലൻസ് വരും. ആ പീസിനെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കുക. അതിന്റെ ആവശ്യം നമുക്ക് ഇത് ഒട്ടിച്ചു കഴിഞ്ഞ് ഈ 2 പീസ് തമ്മിൽ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മീനിന്റെ എഫക്റ്റ് കിട്ടും. ഇല്ലേലും മീൻ ഉണ്ടാക്കാൻ തന്നെയല്ലേ ഇതൊക്കെ ഉണ്ടാക്കൊണ്ട് വരുന്നത് അല്ലേ? ആ കാര്യം ഞാനങ്ങ് മറന്നു കളയും. ഇനി ബാക്കി ചെയ്യാം. ഇനി ഇതുപോലത്തെ ടേപ്പ് ഉണ്ടെങ്കിൽ കയ്യിലെടുക്കുക. ഈ ടേപ്പ് ഇല്ലെങ്കിൽ സെല്ലോ ടേപ്പോ ഏതെങ്കിലും ടേപ്പ് കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് ഈ 2 പീസിനെയും ചേർത്ത് വെച്ച് ഇങ്ങനെ ഒട്ടിക്കുക. ഒട്ടിക്കുന്ന സമയത്ത് 2 സൈഡുകൾ മാത്രം ഒട്ടിച്ചാൽ മതി. വായിന്റെ സൈഡ് ഒട്ടിച്ചു കൊടുക്കരുത്. പൊളിച്ചു വെച്ചേക്കുന്ന ആ വായിലേക്ക് നമ്മളിപ്പോൾ കുറച്ച് ന്യൂസ് പേപ്പർ തിരികെ കയറ്റി കൊടുക്കാൻ പോകുകയാണ്. എന്തോരം ന്യൂസ് പേപ്പർ കയറ്റാൻ പറ്റുമോ അത്രയും കയറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് നല്ല ബുസുന്ന് നല്ല അടിപൊളി മീനായിട്ടിരിക്കുള്ളൂ. ഈ അവസരത്തിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുക, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി ബാക്ക് ടു വീഡിയോ. സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, വാലിന്റെ ഭാഗത്തും ഞാൻ 2 സൈഡ് മാത്രമേ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുള്ളൂ. ആ വാലിന്റെ ഉള്ളിലേക്കും ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ തിരികെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മീനിന്റെ ശരീരം മാത്രം ഗുമ്മുന്നിരുന്നാൽ പോരല്ലോ, വാലും കൂടെ ഇച്ചിരി അടിപൊളിയായിട്ടിരിക്കണ്ടേ. അതുകൊണ്ടാണ് വാലിലും കൂടെ ഇച്ചിരി ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്തത്. അത് ചെയ്തപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കിയില്ലെന്ന് തോന്നുന്നു. ആ വീഡിയോ മാത്രം കാണാനില്ല. ചെതുമ്പലില്ലാത്ത മീനിനെ പറ്റി ആലോചിക്കാനേ വയ്യ. പിന്നെ നമുക്ക് കുറച്ച് ചെതുമ്പലും കൂടെ ഉണ്ടാക്കി കൊടുത്തു. ചെതുമ്പൽ പരിപാടി വളരെ സിമ്പിളാണ്. ഒരു കാർഡ്ബോർഡിന്റെ പീസ് എടുക്കുക, അതിന്റെ മേലത്തെ ലെയർ അങ്ങ് വലിച്ചു പൊളിച്ച് പള്ളേക്കളയുക. എന്നിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെതുമ്പൽ റെഡി. ഇനി ആ ചെതുമ്പലിനെ മുഴുവനും കൂടെ നമ്മൾ ഈ മീനിന്റെ പുറത്തേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. തലയുടെ ഭാഗത്ത് കാര്യമായിട്ട് ചെതുമ്പൽ ഉണ്ടാകത്തില്ല. അപ്പോൾ തലഭാഗം അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലായിടത്തും ചെതുമ്പൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെതുമ്പലുള്ള മീൻ റെഡി. വാലിനെ ഇങ്ങനെ മുഴുവനോട് നിർത്താൻ കൊള്ളുമോ? വാലിനും 2 കാർഡ്ബോർഡ് പീസ് അതേ ഷേപ്പിൽ വെട്ടിയെടുത്ത് അതിന്റെ പൊക്കത്തോടെ ഒട്ടിച്ചു കൊടുത്താൽ അവൻ അവിടെ മിണ്ടാണ്ടിരുന്നോളൂ. വാലിന്റെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ തലയുടെ അടുത്തേക്ക് പോവുക. തലയിരിക്കുമ്പോൾ അങ്ങനെ വാലാടേണ്ട ആവശ്യമില്ലല്ലോ. തലയിലേക്ക് ഏത് തരം പേപ്പർ വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ എടുത്തിരിക്കുന്നത് ചെതുമ്പലിന് വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പർ മേലത്തെ ലെയർ ഇങ്ങ് പൊളിച്ചെടുത്തില്ല, ആ ലെയർ തന്നെ എടുത്തു. എല്ലാം ഒരേ കളറായിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ജസ്റ്റ് ആ തലഭാഗത്തൊന്ന് വെച്ച് നോക്കി മെഷർമെന്റ് എടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്താൽ മതി വീതി. വെട്ടിയെടുത്ത പീസുകളുടെ നടുക്ക് ഒരു കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്തതുപോലെ ഈ 2 കട്ടുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇങ്ങനെ എടുത്ത് ഒട്ടിച്ചാലാണ് മീനിൻ്റെ ആ ഫ്രണ്ടിലത്തെ പോർഷൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിക്കുന്നത്. ഇങ്ങനെ ഒട്ടിച്ചേച്ച് അതിൻ്റെ പുറത്തേക്ക്, ആ തലഭാഗത്തിൻ്റെ പുറത്തേക്ക് ഈ പീസുകൾ 2ഉം ഒട്ടിച്ചു കൊടുക്കുക. ഈ ടൈപ്പ് ടേപ്പിൻ്റെ പുറത്തേക്ക് ഫെവിക്കോൾ ഒഴിച്ചു കൊടുക്കണോണ്ടാണ് ഒട്ടാൻ ഇത്തിരി പാട്. ഒട്ടാതൊന്നും ഇരിക്കില്ല, ഒട്ടും ഇച്ചിരി ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മാസ്കിംഗ് ടേപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനെ പശ വെച്ചൊക്കെ ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടാനായിട്ട് അതായിരിക്കും ബെറ്റർ. അത് ഒട്ടിച്ചേച്ച് അതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഇച്ചിരി അങ്ങ് കൂടിപ്പോയി. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്കത് അവിടെ ഒരു സാധനം കൂടെ ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വൃത്തിയായിട്ടിരുന്നോളൂ. അതറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തലഭാഗത്ത് ഒട്ടിച്ച പേപ്പറിലേക്ക് തന്നെ കണ്ണും ഇതിൻ്റെ ചുണ്ടും ഒക്കെ വരച്ചു കൊടുത്താൽ തന്നെ ഫിഷിൻ്റെ ഷേപ്പും നല്ലൊരു ഫിനിഷ് ലുക്കുമാണ്. പക്ഷെ നമ്മൾ ആ പരിപാടിക്കില്ല. നമുക്ക് ഇച്ചിരിയും കൂടെ കളർഫുള്ളായിട്ട് ഒരു ഇത്തിരിയും കൂടെ ഭംഗിയൊക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് മനസ്സിനൊരു സുഖം. അതിനു മുന്നേ ഈ മീനിൻ്റെ ചുറ്റും വരുന്ന എഡ്ജസ് ഉണ്ടല്ലോ, ആ എഡ്ജസിൽ കൂടെ ആ ചെതുമ്പലിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച അതേ പീസ് ഇത്തിരി വീതി കുറച്ച് വെട്ടിയെടുത്ത് മീനിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. മീൻ വെട്ടുമ്പോൾ മീനിൻ്റെ 2 സൈഡിൽ നിന്നും നമ്മൾ ഒരു സാധനം വെട്ടിക്കളയില്ലേ, ആ സാധനമാണ് ഈ സാധനം. ആ മുള്ളുകളൊക്കെ വരുന്ന, ആ ചിറകൊക്കെ വരുന്ന ആ ഭാഗത്തിന് പകരമായിട്ടാണ് നമ്മൾ ഈ സംഗതി ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ഒട്ടിച്ചതിന് ശേഷം ചെതുമ്പലിൻ്റെ അറ്റവും തലയുടെ അറ്റവും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തും കൂടി ഈ സാധനത്തിനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല പോലെ ഒരു നീറ്റായിട്ട് ഇരുന്നോളും.
ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെതായ ഓരോരോ സ്റ്റെപ്സ് ഉണ്ടല്ലോ ദാസ, അതാട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടേ? വേണ്ട, ഒരു നിർബന്ധവുമില്ല. ഇതൊട്ടിച്ചില്ലാന്നോർത്ത് മീനാവാണ്ടിരിക്കത്തൊന്നുമില്ല. മീനിൻ്റെ കഴുത്തിൽ കൂടെ ഈ മാല എണീക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അതല്ലല്ലോ ഒരിത്. ഏത് ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി ചെറിയ 2 സ്റ്റെപ്പുകളും കൂടി ഉള്ളൂ. ഈ മീനിന് നമ്മൾ ചിറക് വെച്ചോ മക്കളെ? ഇല്ലല്ലോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഷേപ്പിൽ ഒരു മീനിൻ്റെ ചിറക് വെട്ടിയെടുത്ത് മീനിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് മേലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ചിറക് കൊള്ളാലേ? ഇനി താഴെ വെക്കാനുള്ള 2 ചിറക്, അത് മീനിൻ്റെ സെൻറ്ററിലല്ല, ഇച്ചിരി താഴ്ഭാഗത്തായിട്ട് ആ 2 ചിറകുകളും കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം. മീനിന് നീന്തി കളിക്കാൻ വേണ്ടി മാത്രമുള്ള ചിറകല്ല കേട്ടോ. നമ്മൾ ഈ മീനിനെ എവിടെയെങ്കിലും പിടിച്ച് നിർത്തണമല്ലോ. അപ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു താങ്ങും കൂടെയാണ് ഈ ചിറക്. അപ്പോൾ ഒത്തിരി പൊക്കി വെക്കാണ്ട് ഒരു താഴെ ടേബിളിൽ മുട്ടണ കണക്കിനൊന്ന് വെച്ച് കൊടുക്കുക. പെയിന്റ് പണി ഉണ്ടെന്ന് നമ്മൾ മുന്നേ കൂട്ടി തീരുമാനിച്ചായിരുന്നല്ലോ. മീനിന് ഏത് കളർ കൊടുത്താൽ കൂടുതൽ ഭംഗി ഉണ്ടാവും എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരുന്നപ്പോൾ ഫൈൻഡിങ് നിമോയിലെ നിമോയുടെ കളർ കൊടുത്താൽ എന്താന്ന് വിചാരിച്ച് ഓറഞ്ചും വൈറ്റും ബ്ലാക്കും കൂടെ ചേർത്ത് ഒരു കൊടുക്കലങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ക്ലൈമാക്സ് ഞാൻ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ടല്ലോ. 100% നിമോ ഒന്നും ആയില്ല. നല്ലോണം കണ്ണും കൂർമ്മിച്ച് സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ നിമോയുടെ വകയിലെ അമ്മാവൻ്റെ, മുത്തശ്ശൻ്റെ, ചേട്ടൻ്റെയോ അനിയൻ്റെയോ അങ്ങനെ ആരുടെയൊക്കെയോ ഒരു ഫേസൊക്കെ എത്തിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യമായിട്ട് ഞാൻ ഇതിനൊക്കെ പകരം വീട്ടിയിട്ട് കറക്റ്റ് നിമോയിനെ പോലെ തന്നെ ഉണ്ടാക്കും. നോക്കിക്കോ ഗൈസ്. ഈ ചെതുമ്പിലി കൂടെ കളർ കൊടുക്കുക എന്നുള്ളത് ഇച്ചിരി ഒരു ടാസ്ക്കാണ്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. സൂക്ഷിച്ചും കണ്ടുമൊക്കെ അങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചത് നമ്മളാണല്ലോ, എന്ത് പെയിന്റ് കൊടുക്കാന്നുള്ളത്. അപ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ തന്നെ സഹിച്ചേ പറ്റൂ. ഇത്രയും ഉണ്ടാക്കാമെങ്കിൽ ഇനി പെയിന്റ് കൊടുക്കാനാണോ പാട്? ഒരു കാര്യം പറയാനുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാമെന്ന്. പക്ഷേ പെട്ടെന്ന് ചെയ്യൽ നടക്കില്ല. ഇതിലത്തെ ഒരു സൈഡ് പെയിൻറ്റ് കൊടുത്ത് ഇത് ഉണങ്ങിയിട്ട് പിന്നെ വേണം മറ്റേ സൈഡിൽ പെയിൻറ്റ് കൊടുക്കുക. കണ്ണൊക്കെ വരയ്ക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വരയ്ക്കണം കേട്ടോ ഗൈസ്. എൻ്റെ മീനിൻ്റെ കണ്ണ് അത്ര കണ്ടങ്ങ് ശരിയായിട്ടൊന്നും. പിന്നെ കളർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. എല്ലാ കളറിലുള്ള മീനുകളും ഉണ്ട്. ഏത് കളർ കൊടുത്താലും മീൻ അടിപൊളിയാവും. മീനിൻ്റെ കണ്ണ് വരയ്ക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് അടിച്ച കോട്ട് നല്ലപോലെ ഉണങ്ങണം. നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം എടുത്തിട്ട് വേണം കളർ കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഫസ്റ്റ് കൊടുത്ത ഓറഞ്ചൊക്കെ കലങ്ങി ഇതിൻ്റെ മേലക്കൂടിയായിട്ട് ഒരു വൃത്തിയും മേനയൊന്നും ഉണ്ടാവില്ല. ഏതാണ്ട് ഞാൻ വരച്ചത് നല്ല വൃത്തിയും മേന ആയിട്ടുണ്ട് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ കണ്ണിൻ്റെ മോഡൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കണ്ടു വരച്ചോ. പിന്നെ തുടുതുടാന്ന് തുടുത്തിരിക്കുന്ന നല്ല ചുവന്ന ചുണ്ട് വരയ്ക്കണമെങ്കിൽ അതും ആവാം. ഞാനിങ്ങനെ ബ്ലാക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇച്ചിരി വൈറ്റ് കൊടുത്തു, പല്ല് പോലെ ഇരുന്നോട്ടെ എന്ന് ഓർത്തിട്ട്. അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കണ്ണും മൂക്കും വായും എല്ലാം കൊടുക്കാം. ഇതിൻ്റെ ഫസ്റ്റ് മീനിനെ 3D ആക്കുന്ന ആ സ്റ്റെപ്പ് മാത്രമേ ഇതിൻ്റെ അകത്ത് മെയിൻ സ്റ്റെപ്പായിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉചിതമായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തോ, ഒരു കുഴപ്പമില്ല. സന്തോഷവും. അപ്പോൾ ഇനിയും നല്ല അടിപൊളി കിടക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നിടം വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.